നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പലപ്പോഴായിരുന്നു തുടിക്കാറുണ്ട്. ഇതിങ്ങനെ അനങ്ങും. നമ്മൾ അനക്കിയിട്ടൊന്നുമല്ല, കണ്ണിങ്ങായിരുന്നു ഇങ്ങനെ തുടിക്കും, മൂക്ക് ചിലപ്പോഴും തുടിക്കും, ചെവി ഇങ്ങനെ തുടിക്കും, കൈ ഇരുന്ന് തുടിക്കും. അതെന്തിനെയാണ് സൂചിപ്പിക്കുക എന്ന് കിതാബിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്റെ പ്രിയമുള്ളവരെ, മഹാരഥനാകുന്ന അല്ലാമ അബ്ദുൽ ഫത്താഹ് ബിൻ ദൂഖി പോലെയുള്ള മഹാരഥന്മാർ ഈ വിഷയത്തിൽ അഗാധമായി വിശാലമായി ചർച്ച ചെയ്തതിൽ നിന്നും ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്ന തലയാണ്. ഒരു മനുഷ്യന്റെ അഭിമാനമാണല്ലോ തല. നമ്മുടെ ഈ തലയുടെ മുൻഭാഗം ചലിച്ചാൽ, മുൻഭാഗം നെറ്റിയുടെ ഭാഗം ഇങ്ങനെ തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു അത് വഹുവ ഇസ്സത്ത്, ഇസ്സത്തിനെ സൂചിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അഭിമാനത്തെ, ഉയർച്ചയെ, വളർച്ചയെ അത് സൂചിപ്പിക്കുകയാണ്. ഇനിയോ ഈ തലയുടെ പിൻഭാഗമാണെങ്കിലോ, പിൻഭാഗം എന്ന് പറഞ്ഞാൽ പിരടിയാണ്, ഈ പിൻഭാഗം തുടിച്ചാൽ, അനങ്ങിയാൽ അതിനർത്ഥം ഹുസ്ൻ എന്നാണ്, ദുഃഖം ഉണ്ടാകും. അവന്റെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കും, അവന് സങ്കടം വരാനുണ്ട് എന്നതാണ് അതിന്റെ സൂചന. ഇനി നമ്മുടെ തലയുടെ വലതു ഭാഗമാണെങ്കിലോ, വലത്തെ ഭാഗമാണ് തുടിക്കുന്നത് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു വഹുവ സുറൂർ, അത് സന്തോഷമാണ്. അത് സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ഒരു ആനന്ദകരമായ, കേൾട്ടാൽ സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന വാർത്ത എന്തോ വരാനുണ്ട്, സന്തോഷകരമായ സൂചനയാണ്. അത് മാത്രമല്ല, അവന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് നടക്കുകയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിലാണ്, അതിൽ വിജയമുണ്ടാകുമെന്നാണ് വലത്തെ തലയുടെ ഭാഗം തുടിക്കുന്നത് കണ്ടാൽ. ഇനി ഇടതുഭാഗമാണ് തുടിക്കുന്നതെങ്കിലോ, തലയുടെ ഇടതുഭാഗമാണ് തുടിക്കുന്നത് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ അവനുണ്ടാകും. അവനിഷ്ടമില്ലാത്ത, അവന് സങ്കടമുണ്ടാക്കുന്ന, വെറുപ്പിനെ സൂചിപ്പിക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ നെറ്റിയാണ്. നമ്മുടെ നെറ്റിയുടെ ഭാഗം, നെറ്റിയുടെ വലതു ഭാഗം തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു റിസുഖുൻ കസീറുൻ, അവന് സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ്. അവന്റെ കച്ചവടമാകട്ടെ, അവന്റെ ജോലിയിലാകട്ടെ, അവൻ അറിയാത്ത മാർഗത്തിലൂടെ സമ്പത്ത് വരാനുള്ള സൂചനയാണ്, സമ്പത്ത് വരുന്നതിന്റെ സൂചനയാണ് നെറ്റിയുടെ വലതുഭാഗം തുടിക്കുന്നത് എന്ന് മഹത്തുക്കൾ. അത് മാത്രമല്ല, ഇനി ഇടതുഭാഗമാണെങ്കിലോ, നെറ്റിയുടെ ഇടതുഭാഗം ഇരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു ഫറഹുൻ ഐലൻ, വളരെ സന്തോഷം ഉണ്ടാകും. അവന് സന്തോഷം ഉണ്ടാകുന്നതിന് ാണ് ഇടത്തെ നെറ്റിയുടെ ഭാഗം തുടിച്ചാൽ. ഇനിയോ വലതുഭാഗമായി ഇടതുഭാഗം, അപ്പൊ നെറ്റിയുടെ നടുക്കാണെങ്കിൽ രണ്ട് പിരിയങ്ങൾക്ക് നടുവിലായി ഇരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു വഹുവ ഫിൽ ഖൈർ, അത് ഖൈറിലാണ്, അത് നന്മയ്ക്കാണ്. അവൻ എന്തോ നന്മ വരാനുണ്ട്, അവന് സന്തോഷ സൂചകമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, അവന് ബുദ്ധിമുട്ടൊന്നുമില്ല, അവന് സന്തോഷമുള്ള വാർത്തയാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്.